പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഇന്ന് മെയ് 17 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതുപോലെ തന്നെ സ്പോർട്സ് പേജിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫുട്ബോൾ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി രാജിവെക്കുന്ന കാര്യം. ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുകയാണ്. ഈ വരാൻ പോകുന്ന ജൂൺ 6-ാം തീയതി കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന കുവൈറ്റിനെതിരായിട്ടുള്ള ഒരു മത്സരം അതായിരിക്കും അദ്ദേഹത്തിന്റെ അവസാനത്തെ ഇന്റർനാഷണൽ മത്സരം. 1984 ജനിച്ച അദ്ദേഹം ഇന്നിപ്പോൾ 39 വയസ്സാണ്. സെക്കന്ദരാബാദിൽ ആണ് സുനിൽ ഛേത്രി ജനിച്ചത്. ഏതാണ്ട് 20 വർഷമായിട്ട് സുനിൽ ഛേത്രി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു താരമാണ്. ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരങ്ങളിൽ 94 ഗോൾസ് ആണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതായത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ ഫുട്ബോൾ പ്ലേയേഴ്സിലെ 3-ാം സ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ള വ്യക്തി. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെങ്കിൽ 2-ാം സ്ഥാനത്ത് ലയണൽ മെസ്സി, 3-ാം സ്ഥാനത്ത് സുനിൽ ഛേത്രിയാണ്. ജൂൺ 6-ന് നടക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയിങ് മാച്ച് കുവൈറ്റിനെതിരെയുള്ള ആ മാച്ച് അതോടുകൂടി അദ്ദേഹം തന്റെ കരിയർ ഇന്റർനാഷണൽ ലെവലിൽ അവസാനിപ്പിക്കുകയാണ്. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഓരോ കോമ്പറ്റീഷനിലും വരാം. അതുകൊണ്ട് നമ്മൾ എന്നും അതിനുവേണ്ടി തന്നെ സമയം കണ്ടെത്താൻ ശ്രമിക്കും. നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ടൈംസ് യങ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് 2024 അനുസരിച്ച് ഇന്ത്യൻ സർവകലാശാലകളിൽ 1-ാം സ്ഥാനം നിലനിർത്തിയ സർവകലാശാല ഏത്? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഇപ്പോൾ 50 വർഷം അല്ലെങ്കിൽ അതിൽ താഴെയുള്ള യൂണിവേഴ്സിറ്റിയുടെ റാങ്കിംഗ്, ഇതിൽ 673 യൂണിവേഴ്സിറ്റീസ് ആണ് ഉണ്ടായിരുന്നത്. ഈ റാങ്കിങ്ങിൽ ഇന്ത്യയിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ് 81-ാമത്തെ സ്ഥാനത്തെത്തിയിട്ടുള്ളത്. അതായത് ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ, ഇന്റർനാഷണൽ ലെവലിലാണെങ്കിൽ 81-ാമത്തെ സ്ഥാനത്താണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഏറ്റവും ടോപ്പ് ലെവലിൽ എംജി യൂണിവേഴ്സിറ്റി, 2-ാം സ്ഥാനത്ത് അണ്ണാ യൂണിവേഴ്സിറ്റിയും, 3-ാം സ്ഥാനത്ത് ഭാരതിയാർ യൂണിവേഴ്സിറ്റി. അണ്ണാ യൂണിവേഴ്സിറ്റിയും ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഈ 2 യൂണിവേഴ്സിറ്റിയും തമിഴ്നാട്ടിലാണ്. 4-ാം സ്ഥാനത്ത് പട്നയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. യൂണിവേഴ്സിറ്റികൾ റാങ്കിംഗ് ഇത് പ്രധാനമായിട്ടും നോക്കുന്നത് റിസർച്ച്, നോളജ് ട്രാൻസ്ഫർ, ഇന്റർനാഷണൽ ഔട്ട്ലുക്ക്, ടീച്ചിങ് എന്നിവയെല്ലാം നോക്കിയിട്ടുള്ള ആ ഒരു പല മാനദണ്ഡങ്ങളും അതിലിന്റെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റികളുടെ റാങ്കിംഗ്. മെയ് 15-ന് അന്തരിച്ച മുൻ ഗുജറാത്ത് ഗവർണർ കമല ബേനിവാൾ ഏത് സംസ്ഥാനത്തിന്റെ മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്നു? രാജസ്ഥാൻ. മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു കമല ബേനിവാൾ. 97-ാമത്തെ വയസ്സിൽ മെയ് 15-ാം തീയതി ജയ്പൂരിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് അന്തരിച്ചു. 7 പ്രാവശ്യം MLA ആയിരുന്നു. ഒപ്പം തന്നെ 3 സംസ്ഥാനത്തിന്റെ ഗവർണർ: ഗുജറാത്ത്, മിസോറാം, ത്രിപുര. കൂടാതെ രാജസ്ഥാന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ടും സേവനം നൽകിയിട്ടുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു കമല ബേനിവാൾ. ഈ കഴിഞ്ഞ മെയ് 15-ന് അന്തരിച്ചു. 3 സ്റ്റേറ്റിലെ ഗവർണർ, 7 പ്രാവശ്യം MLA, കൂടാതെ 1 പ്രാവശ്യം ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ട് സേവനം നൽകിയിട്ടുള്ള മുൻ ഗുജറാത്ത് ഗവർണർ ആയിരുന്നു കമല ബേനിവാൾ. അടുത്തിടെ നടന്ന ജപ്പാൻ US സംയുക്ത മിസൈൽ പ്രതിരോധ സംവിധാന കരാറിന്റെ പ്രധാന ശ്രദ്ധ എന്താണ്? ഹൈപ്പർസോണിക് ആയുധ ഭീഷണി. ജപ്പാൻ ആൻഡ് US ഈ 2 രാജ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു, ഒരു പുതിയ തരത്തിലുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി. കാരണം ഇന്നിപ്പോൾ മിസൈൽ സിസ്റ്റത്തിലെ ഏറ്റവും ഭീഷണിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഹൈപ്പർസോണിക് വെപ്പൺ ത്രെറ്റ്. ഇന്നിപ്പോൾ ചൈനയും റഷ്യയും കൈവശം വെച്ചിട്ടുള്ള ഹൈപ്പർസോണിക് ആയുധങ്ങൾ, കൂടാതെ നോർത്ത് കൊറിയ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആയുധം, ഇത് ആഗോളതലത്തിൽ തന്നെ പറയുമ്പോൾ വലിയൊരു ഭീഷണിയാണ്. ഇതിന് എതിരായിട്ടുള്ള ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് US-ഉം ജപ്പാനും സംയുക്തമായിട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കരാർ. ഏതാണ്ട് സൗണ്ടിനേക്കാൾ 5 ഇരട്ടി സ്പീഡുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈൽ, ഇതിനെ തടയാൻ അത്ര എളുപ്പമല്ല. ഇപ്പോൾ നിലവിലുള്ള ഇന്റർസെപ്റ്റേഴ്സിന് പോലും ഈ മിസൈലിനെ തടയാൻ സാധിക്കാത്ത രീതിയിലുള്ള അത്ര സ്പീഡ് ആയിട്ടുള്ള ഒന്നാണ് ഹൈപ്പർസോണിക് വെപ്പൺസ്. ഇപ്പൊ ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ US-ഉം ജപ്പാനും തമ്മിലുള്ള ഒരു പുതിയൊരു എഗ്രിമെന്റ്. ഏത് രാജ്യത്താണ് ഫോൺ പേ അടുത്തിടെ UPI സേവനങ്ങൾ ആരംഭിച്ചത്? ശ്രീലങ്ക. ശ്രീലങ്കയിലെ ലങ്ക പേ നാഷണൽ പേയ്മെന്റ് നെറ്റ്വർക്ക്, ഇതുമായിട്ട് ഒരു കരാർ ആണ് ഫോൺ പേ ഒപ്പുവെച്ചിട്ടുള്ളത്. അതായത് ഇനി ഫോൺ പേ ശ്രീലങ്കയിൽ സേവനം നൽകാൻ ആരംഭിച്ചിരിക്കുകയാണ്. 2015-ലാണ് ഫോൺ പേ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 2016 ഓഗസ്റ്റിൽ ഫോൺ പേ ആപ്പ് പുറത്തിറക്കി. ഇന്നിപ്പോൾ ശ്രീലങ്കയിൽ ഫോൺ പേ തങ്ങളുടെ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ലങ്ക പേ നാഷണൽ പേയ്മെന്റ് നെറ്റ്വർക്ക് ആയിട്ടുള്ള ഒരു കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. ഏതാണ്ട് 4 ലക്ഷം വ്യാപാരികൾ ഉള്ള ഒരു പ്രദേശമാണ്, ഒരു ദ്വീപാണ് ശ്രീലങ്ക. ഇന്നലെ മെയ് 16 ഇന്നലത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, മിമാസ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ഇതിന്റെ ഉത്തരം ശനി. അപ്പൊ ശനിയുടെ ഒരു ഉപഗ്രഹമാണ് മിമാസ്.
മിമാസ് ശനിയുടെ 7ാമത്തെ ലാർജസ്റ്റ് നാച്ചുറൽ സാറ്റലൈറ്റ്. മിമാസ് എന്ന ഈ സാറ്റലൈറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത് 1789 സെപ്റ്റംബർ 17-ാം തീയതി ഇംഗ്ലീഷ് ആസ്ട്രോണർ ആയിട്ടുള്ള വില്യം ഹെർഷൽ ആണ്. ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ടൈംസ് യങ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് 2024 അനുസരിച്ച് ഇന്ത്യൻ സർവകലാശാലകളിൽ 1ാം സ്ഥാനം നേടിയ സർവകലാശാല ഏത്? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റന്റെ പേര്? സുനിൽ ഛേത്രി. മെയ് 15-ന് അന്തരിച്ച മുൻ ഗുജറാത്ത് ഗവർണർ കമല ബേനിവാൾ ഏത് സംസ്ഥാനത്തിന്റെ മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്നു? രാജസ്ഥാൻ. അടുത്തിടെ നടന്ന ജപ്പാൻ US സംയുക്ത മിസൈൽ പ്രതിരോധ സംവിധാന കരാറിന്റെ പ്രധാന ശ്രദ്ധ എന്താണ്? ഹൈപ്പർസോണിക് ആയുധ ഭീഷണി. ഏത് രാജ്യത്താണ് ഫോൺ പേ അടുത്തിടെ UPI സേവനങ്ങൾ ആരംഭിച്ചത്? ശ്രീലങ്ക. ഇന്ന് മെയ് 17 ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമാണ്. ഹൂ ഇസ് ദ ഓൺലി ഫുട്ബോളർ ടു വിൻ ദി ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്? ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ ഏക ഫുട്ബോൾ താരം ആരാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.